നമസ്കാരം. രാജ്യത്തെ കർഷക സമൂഹത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിനും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും ജനപ്രിയമായ പദ്ധതികളിലൊന്നായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയതും ചരിത്രപരവുമായിട്ടുള്ളൊരു സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ കർഷക കുടുംബത്തിനും കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കൃത്യമായ ഇടവേളകളിൽ സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതിയുടെ അടുത്ത ഘട്ട വിതരണ തീയതിയും സമയവും കേന്ദ്ര മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളുടെ തുടർച്ചയായിട്ട് കർഷകരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും വളം, വിത്ത് തുടങ്ങിയവയൊക്കെ വാങ്ങുന്നതിനുമുള്ള പിന്തുണയായിട്ട് ഈ സമയത്തെത്തുന്ന തുക കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഉണർവ് സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്ന ഈ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യയുടെയും നേരിട്ടുള്ള പണമിടപാടിൻ്റെയും ഒക്കെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഏറ്റവും മികച്ച മാതൃകയായിട്ടാണ് ഇവിടെ ആഗോളതലത്തിൽ തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി, അതായത് ഈ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കൃത്യം 3:45 മണിക്ക് ഈ വൻകിട പദ്ധതിയുടെ ധനസഹായ വിതരണത്തിന് നമ്മുടെ രാജ്യത്ത് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു സവിശേഷ ചടങ്ങിൽ വെച്ചായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഈ തുകയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണമിടപാട് പ്രക്രിയകളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്ന ഈ ഒരു DBT സംവിധാനം വഴിയുള്ള വിതരണത്തിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒരേ സമയം തുക കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഈ നടപടി അത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ രാജ്യത്തുടനീളമുള്ള കാർഷിക ഗ്രാമങ്ങളിൽ വലിയ സന്തോഷത്തിന് വഴി തുറക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 23-ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്നത് ഇതിൻ്റെ തുടർച്ചയെയും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ വിജയത്തെയും കാണിക്കുന്നു. മുൻപത്തെ 22 തവണകളിലായിട്ട് 44,000 രൂപ വീതം ഇതിനോടകം തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിജയകരമായിട്ട് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത ഈ പദ്ധതിയുടെ സുതാര്യതയ്ക്ക് തെളിവാണ്. ഇത്തവണത്തെ ഈ ബൃഹത് വിതരണത്തിലൂടെ കേരളത്തിലെ മാത്രം ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്കാണ് ഈ ധനസഹായം കൃത്യമായിട്ട് നേരിട്ടെത്താനായിട്ട് പോകുന്നത്. സംസ്ഥാനത്തെ കാർഷിക മേഖല നേരിടുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന ഈ 2,000 രൂപ അത് മലയാളി കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസവും താങ്ങുമായി മാറുമെന്നത് ഉറപ്പാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി വഴിയുള്ള കർഷക ID നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. കർഷകരുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അടങ്ങുന്ന ഈ ഒരു ID അത് ലഭിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ ആവശ്യമായതുകൊണ്ട് തന്നെ പലർക്കും ഇതുവരെയും ഇത് ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ ധനസഹായ വിതരണത്തിൽ കർഷകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ കർഷക ID എടുക്കാനായിട്ട് സാധിക്കാത്തവർക്കും അപേക്ഷ നൽകിയിട്ടും കർഷക ID അപ്രൂവൽ ആകാത്തവർക്കും തുക ലഭിക്കുമെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളും കൂടാതെ അർഹരായിട്ടുള്ള എല്ലാവരിലേക്കും തുക എത്തിക്കുക എന്ന സർക്കാരിൻ്റെ ഉദാരമായിട്ടുള്ള നിലപാടാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ധനസഹായം യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് കർഷകരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില സാങ്കേതിക നടപടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന്, അതായത് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമായി ഉറപ്പുവരുത്തുക എന്നത്. കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് പണം കൈമാറുന്നത്. ഇനി രണ്ടാമതായിട്ട് മുൻപ് വിജയകരമായി ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുള്ളവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെങ്കിലും ദീർഘനാളായിട്ട് ഇടപാടുകൾ നടത്താത്തത് മൂലമോ അല്ലെങ്കിൽ ബാങ്ക് നിയമങ്ങൾ പാലിക്കാത്തത് മൂലമോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിച്ച്, അതായത് ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിലാണോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അക്കൗണ്ട് മരവിച്ച അവസ്ഥയിലാണെങ്കിൽ പോലും സർക്കാർ അയക്കുന്ന തുക അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെങ്കിലും നിങ്ങൾക്കത് ബാങ്കിൽ നിന്ന് പിൻവലിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതിനാൽ തന്നെ ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി പരിഹരിക്കേണ്ടതാണ്. ഏതായാലും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തുക ഒന്നിച്ച് റിലീസ് ചെയ്യുമെങ്കിലും എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് ഒരേ സെക്കൻഡിൽ പണം എത്തിച്ചേരണമെന്നില്ല. കാരണം ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ വ്യത്യസ്തമാണ്. അതുപോലെ ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ സെർവർ ശേഷിയും അതുപോലെ തന്നെ ബാങ്ക് അവധി ദിവസങ്ങളിലെ സാങ്കേതിക പ്രക്രിയകളുമൊക്കെ തന്നെ അനുസരിച്ച് ഈ പണം അക്കൗണ്ടിൽ കാണിക്കുന്നതിന് ചിലപ്പോൾ മണിക്കൂറുകളുടെയോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളുടെയൊക്കെ തന്നെ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാം. ഏതായാലും മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ചിലർക്ക് തുക ലഭിക്കാൻ അല്പം താമസം നേരിട്ടാലും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അർഹരായിട്ടുള്ള എല്ലാ കർഷക ഗുണഭോക്താക്കൾക്കും തുക ഉറപ്പായിട്ടും ലഭിക്കുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കർഷകരിലേക്കും ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൃത്യമായിട്ടുള്ള ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.